ഹായ് ഓൾ. അപ്പം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ ഇന്ന് ഇവിടെ എന്തുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഹോം മെയ്ഡ് KFC ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 400 ml മിൽക്കാണ്. അതിലോട്ട് നമ്മൾ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യണം. ശേഷം നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ വിനിഗർ ഒഴിക്കുക. ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇടണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസിലോട്ട് ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളിത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഈ പീസസ് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. 30 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പീസസ് ആ ബാറ്ററിൽ നിന്ന് മാറ്റിയെടുക്കാം. എല്ലാ പീസസും നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാം. ശേഷം നമ്മൾ ഒനിയൻ, ജിഞ്ചർ, ഗാർലിക് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ട് നന്ന പേസ്റ്റായിട്ട് ഈ ഒരു രൂപത്തിലാക്കിയാലും മതി ഇടാം. പിന്നെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ പീസിലോട്ട് 2 എഗ്ഗ് നമ്മൾ ഈ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് എല്ലാം കൂടെ ഇടാം. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് പൗഡറും കൂടെ ഇടാനുണ്ട്. അതായത് പെപ്പർ പൗഡർ 1.5 സ്പൂണാണ് ഇടേണ്ടത്. പിന്നെ 1 സ്പൂണ് ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി. ശേഷം എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. 2 സ്പൂണോ 1.5 സ്പൂണോ മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അതിലോട്ട് നമ്മൾ വീണ്ടും 2 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇടണം. എന്നിട്ട് വീണ്ടും ഈ ഒരു മിക്സ് നമ്മൾ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നാലേ നമുക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കത്തുള്ളൂ. 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വേണമെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ്. 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ ബാറ്റർ ഇങ്ങനെ മിക്സായിട്ട് ഇതുപോലെ ഇരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 2 കപ്പ് മൈദ എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് കോൺഫ്ലവർ ഇടണം. ശേഷം പെപ്പർ പൗഡറും കൂടെ ഇട്ട് ശേഷം ഉപ്പും കൂടെ ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിലോട്ട് പെപ്പറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചില്ലി പൗഡറും ആഡ് ചെയ്യാം ആ എരിവിനനുസരിച്ച്. പിന്നീട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വച്ചേക്കുന്ന ഈ ഒരു പീസിൽ നിന്ന് അതെടുത്ത് നമ്മൾ വെള്ളത്തിൽ മുക്കുക. ഒരു 3 സെക്കൻഡ് വെള്ളത്തിൽ മുക്കണം. ശേഷം നമ്മുടെ ഈ മൈദ കോൺഫ്ലവറൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് നന്നായിട്ട് ഇങ്ങനെ തട്ടണം. പൊടി നന്നായിട്ട് പോകണം. അതായത് നമുക്ക് ആ KFCയുടെ രീതിയിൽ ആ ഒരു ലെയേഴ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ തട്ടാനായിട്ട് പറയുന്നത്. ശേഷം നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലോട്ട് നമ്മളിങ്ങനെ ഓരോ പീസസും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. എന്നാലും നമ്മുടെ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് വേവത്തുള്ളൂ. അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ വീണ്ടും എല്ലാ പീസസും ആദ്യം ഒന്നെങ്കിൽ ആ മാവിൽ തന്നെ മുക്കിയിട്ട് വീണ്ടും വെള്ളത്തിലൊരു 3 സെക്കൻഡ് ഒന്ന് കുതിർത്തിട്ട് വീണ്ടും മാവിലിട്ട് മുക്കി നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതായത് ഇത് പോകണം, ആ പൊടിയൊക്കെ പോകണം. എന്നാൽ മാത്രമേ ലെയേഴ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. കറക്റ്റ് ആ KFCയുടെ രൂപത്തിൽ തന്നെ നമുക്ക് ആ ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ശേഷം വീണ്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഏറെക്കുറെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളർ ആകുന്ന വരെ വേണം ഫ്രൈ ചെയ്യാൻ. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഹോം മെയ്ഡ് മയോണൈസും